ഹായ് ഫ്രണ്ട്സ്, മിന്നുവിലേക്ക് സ്വാഗതം. ഇപ്പം മഴയുടെ സീസണൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേനലിൻ്റെ തുടക്കത്തിലേക്കൊക്കെ പോയി ഇരിക്കുകയാണല്ലോ. അപ്പം അന്നേരം ഞാൻ വിചാരിച്ചു നമ്മുടെ അടീനിയത്തിനൊക്കെ ശകലം വളമൊക്കെ ഇട്ട് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കൂടെ അത് പ്രയോജനപ്പെടുന്നെങ്കിൽ ആവട്ടെ എന്നൊക്കെ വിചാരിച്ചു. അടീനിയം ഇഷ്ടപ്പെടുന്നവർക്കും അടീനിയത്തെ സ്നേഹിക്കുന്നവർക്കൊക്കെ നമുക്ക് ഇപ്പം തൊട്ട് നമുക്ക് വളങ്ങൾ ചെയ്ത് കൊടുക്കാം. ഫ്ലവറിങ്ങിന് വേണ്ടിയുള്ള വളങ്ങൾ അതിന് അല്ലെങ്കിൽ വളർച്ചയ്ക്കും ഒക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കാം അടീനിയത്തിന്. നമ്മൾ ഈ കാണുന്ന ഈ അടീനിയം വളരെ മനോഹരമായിട്ടുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണെന്ന് ഒക്കെ നമുക്കറിയാമല്ലോ. മനോഹരമായ പൂക്കൾ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കോഡക്സും ഒരു പ്രത്യേകമുള്ളൊരു കാര്യമാണെന്നൊക്കെ നമുക്കറിയാം. നമ്മുടെ വീട്ടിലെ ടെറസിൽ വളർത്താൻ ഏറ്റവും അനുയോജ്യമായുള്ള ഒരു ചെടി കൂടിയാണ് നമ്മുടെ ഈ അടീനിയം പ്ലാന്റ്. എൻ്റെ കുറേ അടീനിയം ചെടികൾക്ക് വളങ്ങൾ ചെയ്യാനായിട്ടാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഞാനതിന് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഞാൻ അല്പം എല്ലുപൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ അല്പം വേപ്പും പിണ്ണാക്ക് ഇതിലൂടെ ചേർത്ത് മിശ്രിതമാണ് ഞാൻ ചെടികളിൽ കൊടുക്കാൻ പോകുന്നത്. അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുമല്ലോ, വെള്ളം ഇടയ്ക്കൊക്കെ ഒഴിക്കുമ്പോൾ ഇതിൽ നിന്നും അതിന് വളങ്ങൾ കിട്ടുകയും കുറേശ്ശെ കിട്ടി നല്ല രീതിയിൽ വളരുകയും അതുപോലെ തന്നെ നല്ല ഫ്ലവറൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഞാൻ വളങ്ങൾ കൊടുക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ വളം ചെയ്യുകയാണെങ്കിൽ ഉടനെ തന്നെ നമുക്ക് ഫ്ലവർ കിട്ടുകയും ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഫ്ലവറിങ്ങിന് വേണ്ടിയുള്ള NPK വളമൊക്കെ ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഈ വളം ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനാണ് ഞാനിപ്പം ഈ വളം ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് അടീനിയത്തിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ അടീനിയം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ വളങ്ങൾ കൊടുത്തു തുടങ്ങൂ. ഇപ്പം നല്ലതായിരിക്കും. വേനൽക്കാലത്ത് വളങ്ങൾ കൊടുക്കുമ്പോൾ അത് വളർച്ചയ്ക്കും ഫ്ലവറിങ്ങിനുമൊക്കെ ഏറ്റവും നല്ല സമയമാണ് നമ്മളിപ്പം വളം കൊടുത്താൽ. അപ്പം നമ്മുടെ നാടൻ ഇനത്തിൽപ്പെട്ട ചെടികളിലാണ് ഞാനിന്ന് വളങ്ങൾ കൊടുക്കുന്നത്. അല്ലാതെ ബഡിങ് ചെയ്ത ചെടികളിലെല്ലാം നമുക്ക് ഫ്ലവർ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നാടൻ ഇനത്തിൽപ്പെട്ട ചെടികളിൽ നമുക്ക് വളങ്ങൾ ചെയ്ത് കൊടുക്കാമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇപ്പം ഞാനിങ്ങനെ ചെയ്യുന്നത്. ഈ വളങ്ങൾ മിക്സ് ചെയ്ത് അതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അല്പം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം ചെടികളിലേക്കത് വളങ്ങൾ പിടിച്ചൊക്കെ എടുത്തോളും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ചെടിക്ക് നല്ല ഗ്രോത്തൊക്കെ ഉണ്ടാകുകയും ഫ്ലവറിങ്ങിനും ഈ വളം തന്നെ കാരണമാവും. അല്ലെങ്കിൽ ഫ്ലവർ ചെയ്തില്ലെങ്കിൽ തന്നെ നമ്മൾ പിന്നെ വീണ്ടും NPK 19 എന്നുള്ള വളം വെള്ളത്തിൽ 1 ലിറ്റർ വെള്ളത്തിലൊക്കെ ലയിപ്പിച്ച് ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇലകളിൽ. അപ്പം നമുക്ക് ഫ്ലവറിങ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രയും വളർന്ന ചെടികൾക്ക് നമ്മൾ വളങ്ങൾ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അത് നല്ല രീതിയിൽ നമുക്ക് ഫ്ലവർ കിട്ടും. ഇത് കണ്ടോ, ഇത് ഞാൻ കമ്പ് നട്ട് പിടിപ്പിച്ച ഒരു അടീനിയമാണ്. കട്ട് ചെയ്ത കമ്പ് വെറുതെ ഇങ്ങനെ കുത്തി കൊടുത്ത് അത് ഉണ്ടായ ഒരു ചെടിയാണ്. അപ്പോൾ അതിൻ്റെ കോഡക്സ് കണ്ടോ, അതിൽ കോഡക്സ് അല്ല, ഇത് ആ വേര് ഇങ്ങനെ വളർന്ന് വന്ന് കോഡക്സ് പോലെ ആയ ഒരു രീതിയാണ്. അപ്പം ഇതും നമുക്ക് കോഡക്സ് പോലെ തോന്നും. അങ്ങനെ നല്ലൊരു ചെടിയായിട്ട് ഇതിനെ മാറ്റിയെടുക്കാം. അപ്പോൾ ഇതിനും വളമൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം കുറച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെ അവിടെ കട്ട് ചെയ്ത് കൊടുത്തു. അപ്പം 2 ശിഖരങ്ങളായിട്ട് മാറി. അപ്പം അത് നല്ലൊരു ചെടിയായിട്ട് മാറും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പം ഒരുപാട് ഫ്ലവറിങ് അങ്ങനെ ഉണ്ടാകുമല്ലോ. നമ്മൾ അടീനിയത്തിന് ഇടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതിനകത്ത് കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാകുകയും അതിനോടൊപ്പം തന്നെ ധാരാളം പൂക്കളൊക്കെ ഉണ്ടാകുകയൊക്കെ ചെയ്യും. പിന്നെ 2 അല്ലെങ്കിൽ 3 വർഷം കൂടിയിരിക്കുമ്പോൾ നമ്മൾ റീപോർട്ട് ചെയ്യുന്നത് ഈ പ്ലാന്റിൻ്റെ ഹെൽത്തിന് നല്ലതാണ്. നല്ല ചെടികളായിട്ട് വളരുകയും അതിൻ്റെ കോഡക്സ് നന്നായിട്ട് വണ്ണം വെച്ച് വരികയൊക്കെ ചെയ്യും. നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഈ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെയാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഫ്ലവറിങ്ങിൻ്റെ ഈ സീസണിൽ പൊട്ടാസ്യം കൂടുതൽ അടങ്ങിയിരിക്കുന്ന വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ധാരാളം പൂക്കൾ ഇതിൽ നിന്ന് കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ നമ്മൾ അടീനിയം നടുന്നത് നല്ല ഡ്രെയിനേജുള്ള സോയിൽ വേണം. ഗാർഡൻ സോയിലിനും അതുപോലെ തന്നെ റിവർ സാൻഡിനും പുറമേ നമ്മൾ കൊക്കോപിറ്റ് അല്ലെങ്കിൽ പെർലൈറ്റ് ചേർത്താൽ റൂട്ട് നല്ലതുപോലെ വളരുകയും ഫ്രഷ് റൂട്ട് ആവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക്
നല്ല രീതിയിൽ ചെടി വളർന്നു കിട്ടുകയൊക്കെ ചെയ്യും. ഈ ചെടി ഞാൻ സ്റ്റെമ്മ് കട്ട് ചെയ്ത് നട്ടുപിടിപ്പിച്ചൊരു ചെടിയാണ്. ഇതിൻ്റെ കോഡക്സ് ഉണ്ടോ, കോഡക്സ് അല്ല, അതിൻ്റെ വേരിങ്ങനെ വന്നതാണ്. അപ്പം ഇത് ഫ്ലവറിങ് ഒക്കെ ആവുന്നതേ ഉള്ളൂ. അപ്പം ആയി വരുന്നെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് ഈ ചെടി. അപ്പം ഈ കമ്പ് കുത്തിപ്പിടിപ്പിക്കുന്ന ഉടനെ തന്നെ ഫ്ലവർ ആവുമല്ലോ, അങ്ങനെയാണല്ലോ ഈ ചെടിയുടെ ഒരു പ്രത്യേകത. ഇത് കണ്ടോ, ഇത് നല്ലൊരു ചെടിയാണ്. ഇതിന് ഒരുപാട് ശാഖകളുള്ള ഒരു ചെടി കൂടിയാണിത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു തണ്ട് അങ്ങ് ഒടിഞ്ഞു പോയായിരുന്നു, കണ്ടോ, അതങ്ങ് ഒടിഞ്ഞു പോയി. ഞാൻ പക്ഷേ അത് എടുത്ത് കളയാതെ അങ്ങനെ തന്നെ വെച്ചിരുന്നു, അങ്ങനെ അങ്ങ് പിടിക്കട്ടെ എന്ന് വെച്ച്. പക്ഷേ അത് നല്ല സ്ട്രോങ് ആയിട്ട് അങ്ങ് പിടിച്ച് കിട്ടുകയും പിന്നെ അവിടെ നിന്നൊരു മുകുളം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതും നമ്മുടെ ബഡിങ് ഒന്നുമല്ല, അല്ല, സാധാ നാടൻ ചെടി തന്നെയാണ്. അപ്പം ഇതിനകത്ത് നല്ല പൂക്കൾ, നാടൻ ചെടിയാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് പൂക്കൾ ഇതിനകത്ത് കിട്ടുമല്ലോ. കണ്ടോ, അതിൻ്റെ ശാഖകൾ കണ്ടോ, ഒരുപാട് ശാഖകളൊക്കെ വന്ന ചെടിയാണ്. അതിനകത്ത് കുറച്ച് മണ്ണൊക്കെ ഞാൻ അങ്ങ് നീക്കം ചെയ്ത് ഇനി വളം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പൂക്കാനുള്ള നമ്മുടെ ഈ വളം ഇതങ്ങിട്ട് കൊടുക്കുമ്പോൾ ഈ ചെടി നല്ലതായിട്ട് വളരുകയും, ഈ വേനൽക്കാലത്ത് നല്ലതാണല്ലോ ചെടിക്ക് വളം ചെയ്ത് കൊടുക്കാൻ പറ്റിയ സമയമാണ് അഡീനിയം ചെടിക്ക്. പിന്നെ നമ്മുടെ ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫുൾ സൺലൈറ്റ് വേണം. ദിവസവും 6 അല്ലെങ്കിൽ 7 മണിക്കൂർ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ ഇത് നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യത്തുള്ളൂ എന്നൊക്കെയാണ് ഈ ചെടിയുടെ ഒരു രീതി. അഡീനിയത്തിന് പിന്നെ ഓവർ വാട്ടറിങ് ഒന്നും പാടില്ല, ധാരാളം വെള്ളമൊന്നും അതിന് വേണ്ട. അതിൻ്റെ വെള്ളമെല്ലാം ശേഖരിച്ച് വെച്ചിരിക്കുന്ന കോഡക്സിലാണല്ലോ, അത് ആവശ്യത്തിന് വെള്ളം അത് ശേഖരിച്ച് വെക്കും. അതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും കൊടുക്കണ്ട. വേനൽക്കാലങ്ങളിൽ കുറച്ച് വെള്ളം കൊടുക്കാം, മഴക്കാലത്ത് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ കോഡക്സ് നശിപ്പിച്ച് കളയരുതെന്നാണ് ചെടിയുടെ ഒരു അഭിപ്രായം. ഞാനിപ്പോൾ ഈ വളങ്ങൾ ചെയ്യുന്നത് പൂക്കാതെ നിൽക്കുന്ന കുറച്ച് അഡീനിയത്തിനാണ് ഇപ്പോൾ ഈ വളങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പം അത് ഫ്ലവർ ചെയ്യട്ടെ എന്നൊക്കെ വിചാരിച്ചാണ് ഞാനിപ്പോൾ ഈ ജൈവ വളമാണ് നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ രാസവളം ചെയ്തു കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. രാസവളം, അതായത് NPK 19-19 ആ വളം കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ ഫ്ലവർ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പം ഇതാദ്യം ഒന്ന് കൊടുത്ത് നോക്കാം. ഇതിന് ഫ്ലവർ ചെയ്തില്ലെങ്കിൽ ഞാൻ രാസവളം കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. നോക്കട്ടെ ഇത് ഫ്ലവർ ചെയ്യുമോ എന്നൊക്കെ നോക്കാം. ഈ ചെടിയുടെ മുകൾ ഭാഗത്ത് എന്തോ അല്പം ഒരു കേട് ബാധിച്ചതുപോലെ തോന്നി, എന്തോ ഒരു ഫംഗൽ ബാധ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതങ്ങ് കട്ട് ചെയ്ത് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പം ഈ സമയത്ത് പ്രൂൺ ചെയ്യുന്നതൊക്കെ നല്ലതാണല്ലോ, അപ്പോൾ ഈ സമയത്ത് തന്നെ അതങ്ങ് കട്ട് ചെയ്യാം. അപ്പം കട്ട് ചെയ്തിട്ട് നമ്മൾ വെയിൽ തന്നെ വെച്ചാൽ മതി, നല്ലതായിട്ട് അത് ഉണങ്ങി നല്ല രീതിയിലാവും. അല്ലെങ്കിൽ അത് അഴുകാനൊക്കെ ഇടയാകും. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ നല്ല വെയിലുള്ള സമയത്ത് കട്ട് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അവിടെ അതിൽ നമ്മൾ ഇച്ചിരി അല്പം സാഫൊക്കെ തേച്ച് കൊടുത്ത് വെക്കുകയാണെങ്കിൽ ആ വെയിലിൽ അത് നന്നായിട്ട് ഉണങ്ങി കിട്ടും. അപ്പം പിന്നെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. വീണ്ടും നല്ല രീതിയിൽ നമുക്ക് ശാഖകളൊക്കെ ഉണ്ടായി നല്ല പൂക്കളൊക്കെ കിട്ടും. ഇത് നന്നായിട്ട് പൂത്ത ഒരു ചെടിയാണ്, നല്ല ചുവന്ന കളറിലുള്ള അഡീനിയം ചെടിയാണ്. ഇതൊക്കെ ഇപ്പം നമുക്ക് ഇതൊക്കെ ഡബിൾ പെറ്റൽസും റോസി അഡീനിയൊക്കെയാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ നല്ല രീതിയിൽ മുട്ടുകൾ വന്ന് നിൽപ്പുണ്ട്. അതൊക്കെ വളർന്ന് വന്ന് അതൊക്കെ വിരിയാൻ തുടങ്ങുകയാണ്. ഇതിനകത്തും നല്ല പോലെ മുട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലകം ഞാൻ ഈ വളങ്ങൾ ഉപയോഗിച്ചില്ല, കാരണം മുട്ട് വന്ന് നിൽക്കുന്നതിലൊന്നും ഉപയോഗിക്കുന്നില്ല. അത് മുട്ടിടാത്ത ചെടികളിലാണ് ഞാനിപ്പം ഇങ്ങനെ ഒന്ന് ഉപയോഗിച്ചത്. ഇതൊരു ചെറിയൊരു അഡീനിയം പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ കോഡക്സൊക്കെ നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു വളങ്ങളും ഉപയോഗിച്ചില്ല. ആദ്യത്തെ പോട്ടിംഗ് മിക്സറിൽ ചേർത്ത ചെറിയ രീതിയിലെ വളങ്ങൾ അല്പം നമ്മൾ ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കൊക്കെ ചേർത്തേ ഉള്ളൂ. പിന്നീടൊന്നും ഇതിനകത്ത് വളങ്ങളൊന്നും ചെയ്തില്ല. പക്ഷേ നല്ല രീതിയിൽ കോഡക്സ് വലിപ്പം വെച്ച് വരുന്നുണ്ടോ, അതിനകത്തൊരു വര പോലെ അത് വളർന്ന് വരുന്നതിൻ്റെയാണ് ആ ഒരു ഇത് വരുന്നത്. അപ്പം നമുക്ക് കാണുമ്പോൾ അറിയാം വളർച്ചയുടെ ഒരു ഘട്ടമാണിത്. അപ്പം കോഡക്സ് നന്നായിട്ട് വീർത്ത് വരുന്നതിൻ്റെ ഒരു രീതിയാണത്. അപ്പോൾ ഈ ചെടി നല്ല രീതിയിൽ, അതിന് ഉയരമൊന്നും വന്നിട്ടില്ല, ചെറിയൊരു ചെടിയാണ്. പിന്നെ നല്ലതുപോലെ നമ്മുടെ സൂര്യപ്രകാശം നല്ലതുപോലെ കിട്ടണം. അതുപോലെ തന്നെ ഫെർട്ടിലൈസർ, അതുപോലെ തന്നെ വാട്ടറിങ്ങിൽ നിയന്ത്രണം, ഇതെല്ലാം ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അഡീനിയം മനോഹരമായിട്ട് പൂക്കുകയും നല്ല രീതിയിൽ വളരുകയും ഒക്കെ ചെയ്യും. ഇങ്ങനെ
നമ്മൾ ചെയ്യുകയാണെങ്കിൽ അടീനിയം നമ്മുടെ വീട്ടിൽ വളർത്താൻ ഏറ്റവും ഈസിയായിട്ട് നമുക്ക് വളർത്താനൊക്കെ പറ്റും ഈ അടീനിയം. എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. അടീനിയത്തിനെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, ഇതൊക്കെ ചെയ്യണം നമ്മുടെ സുഹൃത്തുക്കൾ. അടീനിയത്തിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ അല്ലാത്ത നമ്മുടെ സുഹൃത്തുക്കൾ ഇതൊക്കെ കമൻറ്റൊക്കെ ചെയ്യണം. പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. താങ്ക് യു.